ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി കമോഡിറ്റി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 3 ആഴ്ചയിലത്തെ ഫാളിന് ശേഷം എല്ലാ കമോഡിറ്റികളും ഇന്നലെ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗോൾഡിൽ കണ്ടിരുന്നത്. ഒരവസരത്തിൽ 200-ഡേ മൂവിങ് ആവറേജ് വരെയൊക്കെ ഗോൾഡ് താഴെ വന്നിരുന്നു. അതിനുശേഷം നല്ലൊരു റീബൗണ്ടൊക്കെ കണ്ടിരുന്നു. ഒപ്പം ടർക്കിഷ് സെൻട്രൽ ബാങ്ക് ഗോൾഡ് വിറ്റിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി നമ്മൾ ഗോൾഡ് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയൊക്കെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ലോവർ ലെവലിൽ പല സെൻട്രൽ ബാങ്കുകളും വീണ്ടും ഗോൾഡ് വാങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിലൊക്കെ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഗോൾഡ് സെല്ല് ചെയ്തിരുന്നത്. ഇവരും വലിയ രീതിയിൽ ഗോൾഡിലേക്ക് തിരിയുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ വാറൊക്കെ നടക്കുന്ന സമയത്ത് സേഫ് ഹവൻ അസറ്റായിട്ട് സാധാരണ രീതിയിൽ ഗോൾഡാണ് എല്ലാവരും വാങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രൈസിസിൽ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഒന്നും കണ്ടിരുന്നില്ല. അത്തരത്തിലുള്ള ആക്ടിവിറ്റി കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഗോൾഡ് പ്രൈസിലത്തെ മൂവ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലെവലിൽ നിന്ന്, അതായത് ഹയസ്റ്റിൽ നിന്ന് പീക്ക് ലെവലിൽ നിന്ന് അറൗണ്ട് 19.6% ഗോൾഡ് പ്രൈസ് താഴെ വന്നിരിക്കുന്നത്. ഒരവസരത്തിൽ 24% വരെയൊക്കെ താഴെ വന്നിരുന്നു. പക്ഷെ അതിനുശേഷം നല്ല റീബൗണ്ടാണ് കണ്ടിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഗോൾഡിലൊരു കൺസോൾട്ടേഷൻ മോഡ്, ഒരുപക്ഷെ ഗോൾഡ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട് അടുത്ത ദിവസങ്ങളിൽ. സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവറിലും ഗോൾഡിൻ്റെ രീതിയിലുള്ളൊരു വൊളാറ്റിലിറ്റി തന്നെയാണ് കാണുന്നത്. ഇന്നലെ $61.33 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം $71.72 പെർ ഔൺസിലേക്ക് ഉയർന്നിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് $69.72 പെർ ഔൺസിനാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഈ രണ്ട് കമോഡിറ്റികളിലും വീണ്ടും കാണാനുള്ള സാധ്യതകളുണ്ട്. ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരവസരത്തിൽ $4,375.6 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം $4,554.8 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് $4,495 പെർ ഔൺസിനാണ്. കഴിഞ്ഞ വീക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. കോപ്പറിലായാലും അലുമിനിയത്തിലായാലും സിങ്കിലായാലും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. വീക്ക് ടു വീക്ക് ഈ കമോഡിറ്റികളെല്ലാം തന്നെ 3 ആഴ്ചയിലത്തെ സെല്ലിംഗ് പ്രഷറിന് ശേഷം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. ഇന്നലെ $112.57 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള $119.5 പെർ ബാരൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം വീണ്ടും വഷളാവുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. അതോടൊപ്പം തന്നെ കമോഡിറ്റികളുടെ പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ റുപ്പിയുടെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതായത് വെള്ളിയാഴ്ച റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത് RBI കണക്ക് പ്രകാരം 94.5980 രൂപ പെർ ഡോളറിനാണ്. അതേസമയം അൺഒഫീഷ്യൽ മാർക്കറ്റിൽ 94.812 രൂപ പെർ ഡോളറാണ്. തീർച്ചയായിട്ടും റുപ്പി വീക്ക്നെസ് വീണ്ടും സ്വർണത്തിൻ്റെ ഡൊമസ്റ്റിക് പ്രൈസിൽ വർധനവുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ 96-97 ലെവലിലേക്കൊക്കെ റുപ്പി താഴെ വന്നേക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ അമേരിക്ക ക്രൈസിസ് തന്നെയാണ് കമോഡിറ്റികളുടെ കാര്യത്തിലും വലിയ രീതിയിൽ വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പക്ഷേ ഗോൾഡിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ്. അതേസമയം ഇക്വിറ്റി മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെയും വലിയ രീതിയിലുള്ള ക്രാഷാണ് നേരിട്ടിരിക്കുന്നത്. അതിനനുസരിച്ച് കമോഡിറ്റി പ്രൈസിനനുസരിച്ച് കമോഡിറ്റികളുടെ സ്റ്റോക്കുകളാണ് ഹിൻഡാൽകോ, വേദാന്ത, അതുപോലെ തന്നെ മൈനിങ് സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ ഈ ഫാളിൽ പിടിച്ചു നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലും സിൽവറിൻ്റെ കാര്യത്തിലും വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം
ഗോൾഡ് ഒരു സേഫ് ഹാൻഡ് അസറ്റായിട്ട് ഇൻവെസ്റ്റേഴ്സ് വീണ്ടും കൺസിഡർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഈ ക്രൈസിസ് സമയത്ത് അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഈ ക്രൈസിസ് ആരംഭിച്ചതിന് ശേഷം ഗോൾഡ് പ്രൈസിലുണ്ടായിട്ടുള്ളൊരു സെൽ ഓഫ് അതിന് കാരണമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ക്രൈസിസ് ടൈമിൽ പ്രഷ്യസ് മെറ്റലായ ഗോൾഡ് തന്നെയാണ് സേഫ് ഹെവൻ അസറ്റായിട്ടുള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഫണ്ട് ഹൗസസ് അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളൊക്കെ ഒരു പക്ഷേ വീണ്ടും വലിയ രീതിയിൽ ഗോൾഡ് വാങ്ങാനുള്ള സാധ്യതകളുണ്ട്. പല യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഹോൾഡിങ്ങിൽ നിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ വിറ്റിട്ടുണ്ട്. ഡിഫൻസ് പർപ്പസിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സെല്ലിംഗ് എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും എല്ലാവരും കീൻലി വാച്ച് ചെയ്യണം സെൻട്രൽ ബാങ്കുകളുടെ ആക്ടിവിറ്റി. ഫെബ്രുവരി മാസത്തെ ഗോൾഡ് പർച്ചേസ് റിലേറ്റഡ് ഡാറ്റയൊന്നും തന്നെ സെൻട്രൽ ബാങ്കുകളുടെ പർച്ചേസ് റിലേറ്റഡ് ഡാറ്റയൊന്നും തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. ഈ ഡാറ്റ വരുന്ന വലിയ രീതിയിലുള്ള മൈനസ് ഫിഗർ ആണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഗോൾഡിലൊക്കെ വൊളാറ്റിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സേഫ് ഹെവൻ പരിവേഷം വീണ്ടും ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഗോൾഡ് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, റുപ്പി മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക, അതിനനുസരിച്ചുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ഗോൾഡിൻ്റെ കാര്യത്തിൽ നല്ലത്. സിൽവറിൻ്റെ കാര്യത്തിൽ വൊളാറ്റിലിറ്റി കൂടുതലായിരിക്കും. എന്നിരുന്നാലും സിൽവറിലും പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം അലുമിനിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ക്രൈസിസിൽ ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബേസ് മെറ്റൽ കമോഡിറ്റി എന്ന് പറയുന്ന അലുമിനിയാണ്. അലുമിനിയം ഒരു പക്ഷേ കറണ്ട് ലെവലിൽ നിന്ന് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ കമോഡിറ്റി റിലേറ്റഡ് ന്യൂസ്. അപ്പോൾ റുപ്പി മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ സെൻട്രൽ ബാങ്ക് ആക്ടിവിറ്റീസ്, ETF-കളുടെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യുക. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് സൂക്ഷ്മമായി വിലയിരുത്തിയതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കമോഡിറ്റി വീക്ക് നെക്സ്റ്റ് വീക്കിൽ ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ഹോളിഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി കമോഡിറ്റി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.